أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ മക്കളെ, സന്തോഷമല്ലേ? സന്തോഷമാണോ? വുളൂ ചെയ്തിട്ടാണോ വന്നിരിക്കണേ? അല്ലേ? കുറേ കുട്ടികൾ വുളൂ ചെയ്തിട്ടുണ്ട്, ചില കുട്ടികൾ വുളൂ ചെയ്തിട്ടില്ല. ഉസ്താദ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പറഞ്ഞിരുന്നേ? വുളൂ ചെയ്ത് പെൺകുട്ടികളൊക്കെ നിസ്കാരക്കുപ്പായം എടുത്ത്, ആൺകുട്ടികൾ വെള്ളത്തുണിയും വെള്ളക്കുപ്പായവും, കുപ്പായിന് വെള്ളം ഇല്ലെങ്കിൽ ഏതായാലും കുഴപ്പമില്ല, തൊപ്പിയൊക്കെ ഇട്ടിട്ട് വരണം. അങ്ങനെയല്ലേ വന്നിട്ടുള്ളത്? അല്ലേ? ആണോ? അപ്പം ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് നിസ്കരിക്കണം, ഉഷാറായിട്ട് നിസ്കരിക്കണം. നിസ്കാരം നോക്കാൻ ആൾ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ നിസ്കാരം ശരിയാണോ, കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ആൾ വന്നിട്ടുണ്ടോ? ആളെ കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു, വന്നിട്ടുണ്ടല്ലേ? അല്ലെങ്കിൽ വേഗം വിളിച്ചോ, അവർ വേണം. നിങ്ങളെങ്ങനെയാണ് നിസ്കരിക്കണമെന്ന് എനിക്ക് കാണാൻ കഴിയില്ല, അവരാണ് കാണേണ്ടത്. ഉസ്താദ് ഒരു തവണ പറഞ്ഞു തരും, പിന്നെ നിങ്ങളതുപോലെ നിസ്കരിക്കണം. റെഡിയാണോ? റെഡിയാണോ? നമുക്കിന്ന് 2 റക്അത്ത് നിസ്കരിക്കാം. പിന്നെ നിങ്ങൾ ളുഹ്റും അസ്റും മഗ്രിബും ഇശാവും ഒക്കെ ഉമ്മയുടെ കൂടെ ഉപ്പാൻ്റെ കൂടെയൊക്കെ ആയിട്ട് നിങ്ങൾ എന്താവണം? നിസ്കരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നല്ല അടിമകളിൽ നമ്മെയും നമ്മുടെ ഉമ്മ ഉപ്പ ഉസ്താദുമാർ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഒരു 5 പദങ്ങൾ പറയാം. ആ 5 പദങ്ങൾ ഏതിലുള്ളതാണ്, ഏതു സമയത്ത് ചെയ്യേണ്ടതാണ്, ചൊല്ലേണ്ടതാണ് എന്ന് പറയണം. മനസ്സിലായോ? ഉസ്താദ് പറയുന്ന വാക്ക് ഏതു സമയത്ത് ചൊല്ലുന്ന ദിക്റിലുള്ളതാണ് എന്നാണ് പറയേണ്ടത്. റെഡി? പറയൂലേ? റബ്ബിയൽ അഅ്ല പറയാനായിട്ടില്ല, മനസ്സിൽ വെച്ചാൽ മതി. ഉസ്താദ് റെഡി 1 2 3 പറയുമ്പോഴാണ് പറയേണ്ടത്. റബ്ബിയൽ അഅ്ല എന്ന് എപ്പോഴാണ് പറയാം? റെഡി? 1 2 3. യെസ്. എപ്പോഴാണ് പറയാം? സുജൂദിൽ അല്ലേ? സുജൂദിലാണ് എന്ത് പറയാ? സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്ന് പറയാം. ഇനി ഉസ്താദ് രണ്ടാമത്തെ ചോദ്യം പറയാണ്, മിനന്നൗം എന്നെപ്പോഴാണ് പറയാറുള്ളത്? മിനന്നൗം പറയണ്ടേ? മനസ്സിലിങ്ങനെ വെച്ചാൽ മതി. ഉസ്താദ് 3 എന്ന് പറയുമ്പോൾ ഉറക്കെ പറയാം. മിനന്നൗം. റെഡി? 1 2 3. അതെ, സുബഹിയുടെ ബാങ്കിൽ. ഇനി അടുത്തത് മിൽ അസ്സമാവാത്തി. മിൽ അസ്സമാവാത്തി എപ്പോഴാ പറയാം? റെഡി? 1 2 3. യെസ്. എപ്പോഴാ?
എഴുത്തിദാലിൽ അഥവാ റുക്കൂയിലേക്ക് പോയി ഉയർന്നാൽ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം പറയുന്നതാണ് റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി മാ ശിഅത. യെസ്, അൽഹംദുലില്ലാ. ഇനി അടുത്തത്, ഇത് ഏതിലുള്ളതാന്ന് പറഞ്ഞാൽ മതി. വ അന മിനൽ മുസ്ലിമീൻ, ഇത് ഏത് ദിക്റിലുള്ളതാണ് പറയില്ലേ? സത് 3 എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ മതി. റെഡി, 1 2 3. വജ്ജഹത്തു ദുആഉൽ ഇഫ്തിതാഹിൽ ഉള്ളതാണ്. ഇനി ലാസ്റ്റ് വജ്പുർനി. വജ്പുർനി ഏതിലുള്ളതാണ്? റെഡി, 1 2 3. സുജൂദിൽ നിന്നുള്ള എണീറ്റുള്ള ഇരുത്തം, 2 സുജൂദിൻ്റെയും ഇടയിലുള്ള ഇരുത്തത്തിലാണ് ചൊല്ലേണ്ടത്. ആ ഇരുത്തം എങ്ങനെയായിരിക്കണമെന്ന് പറഞ്ഞേ? ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ്. അൽഹംദുലില്ലാ. നിങ്ങൾക്ക് ഉസ്താദ് നിസ്കാരം മുറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നോ? പറഞ്ഞു തന്നോ? ചോദിച്ചോ? അൽഹംദുലില്ലാ. കിട്ടാത്ത ആളുകൾ ഉസ്താദന്മാരോട് ചോദിച്ച് പഠിക്കന്നെ വേണം. ഉസ്താദ് പറഞ്ഞു തരൂല. കിട്ടൂലെങ്കിൽ അടുത്ത ക്ലാസ്സിന് ഉസ്താദ് ശരിക്കും പറഞ്ഞു തരണ്ട്. നിങ്ങൾ ചോദിച്ചു പഠിക്കണം. അള്ളാഹു ഖൈറ് പ്രദാനം ചെയ്യട്ടെ. എന്നാൽ വേഗം നിങ്ങൾ പുസ്തകം ഒന്ന് തുറന്നേ. നിസ്കരിക്കാനായിട്ടില്ല കേട്ടോ. ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നിസ്കരിക്കാം. തുറന്നോ? ഉസ്താദ് ഇങ്ങനെ വായിക്കാം. വായിക്കുന്ന സമയത്ത് ഉസ്താദ് ഒരു 3 വാക്ക് ഒഴിവാക്കും. പാഠം മുഴുവൻ വായിക്കാണ്, ഒരു 3 വാക്ക് ഒഴിവാക്കും. അത് ഏതാണ് എന്ന് നിങ്ങൾ പറയണം. ആദ്യം ഒരു തവണ ഉസ്താദ് സ്പീഡിൽ വായിക്കും. പിന്നെ ഉസ്താദ് വായിക്കുമ്പോൾ ഉസ്താദ് 3 വാക്ക് ഒഴിവാക്കും. ആ 3 വാക്ക് ഏതാണെന്ന് നിങ്ങൾ ഉറക്കെ പറയണം. റെഡിയാണോ? റെഡിയാണോ? ഇൻഷാ അല്ലാഹ്. പാഠം 10. ഒരു റക്അത്ത് സുജൂദ് ഉൾപ്പെടെ ഉള്ളവ നാം പഠിച്ചു. 2ാം സുജൂദിൽ നിന്ന് ഉയരലോടുകൂടി ഒരു റക്അത്ത് പൂർത്തിയാകുന്നു. അതുപോലെ 2ാമത്തെ റക്അത്തും നിസ്കരിക്കുന്നു. 2ാമത്തെ റക്അത്തിൽ 2ാം സുജൂദിൽ നിന്ന് ഉയർന്ന് ഇരുന്ന് അത്തഹിയാത്തും നബിയുടെ മേൽ സ്വലാത്തും ചൊല്ലുന്നു. ശേഷം എഴുന്നേറ്റു ബാക്കിയുള്ളവ നിസ്കരിക്കുന്നു. അവസാനത്തെ റക്അത്തിൽ 2ാമത്തെ സുജൂദിന് ശേഷം ഇരുന്നു അത്തഹിയാത്തും നബിയുടെയും കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്തും ശേഷം ദുആഉം ചെയ്തു സലാം വീട്ടുന്നു. സ്പീഡാ വായിച്ചത്. നിങ്ങൾ നന്നായി വായിച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വാസത്തിലാ ഉസ്താദ് സ്പീഡ് വായിച്ചു പോണത് ട്ടാ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നു പറഞ്ഞുകൊണ്ട് വലതുഭാഗത്തേക്കും വീണ്ടും സലാമോട് കൂടി ഇടതുഭാഗത്തേക്കും മുഖം തിരിക്കുന്നു. ഇനി ഉസ്താദ് വായിക്കും, സാവധാനം വായിക്കും. 3 വാക്ക് ഒഴിവാക്കും. ആ വാക്ക് ചോദിക്കുമ്പോൾ ഉറക്കെ പറയണം. പാഠം 10. ഒരു റക്അത്ത് സുജൂദ് ഉൾപ്പെടെ നാം പഠിച്ചു. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? 2ാം സുജൂദിൽ നിന്ന് ഉയരലോട് കൂടി ഒരു റക്അത്ത് പൂർത്തിയാകുന്നു. അതുപോലെ 2ാമത്തെ റക്അത്തും നിസ്കരിക്കുന്നു. 2ാമത്തെ റക്അത്തിൽ 2ാം സുജൂദിൽ നിന്ന് ഇരുന്ന് അത്തഹിയാത്തും നബിയുടെ മേൽ സ്വലാത്തും ചൊല്ലുന്നു. ശേഷം
എഴുന്നേറ്റു ബാക്കിയുള്ളവ നിസ്കരിക്കുന്നു. അവസാനത്തെ റക്അത്തിൽ രണ്ടാമത്തെ സുജൂദിന് ശേഷം അത്തഹിയാത്തും നബിയുടെയും കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്തും ശേഷം ദുആഉം ചെയ്തു സലാം വീട്ടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നു പറഞ്ഞുകൊണ്ടു വലതുഭാഗത്തേക്കും വീണ്ടും സലാമോടുകൂടി ഇടതുഭാഗത്തേക്കും മുഖം തിരിക്കുന്നു. 3 വാക്ക് ഉസ്താദ് ഒഴിവാക്കിയിട്ടുണ്ട്. ആ 3 വാക്ക് കിട്ടിയവർ കൈ ഉയർത്തിക്കേ. കിട്ടിയില്ല. 2 കിട്ടിയവരോ? 1 കിട്ടിയവരോ? തീരെ കിട്ടാത്തവരോ? വായിച്ചിട്ടില്ലല്ലേ? വായിച്ച കുട്ടികൾക്ക് ശരിക്കും കിട്ടിയിട്ടുണ്ടാവും. നുസ വായിക്കണോ? ഇല്ലല്ല. നിങ്ങളിനി ഇതൊന്ന് കേട്ടാൽ മതി. ഈ സമയം നോക്കിയിട്ട് ഒന്നുകൂടെ കേൾക്കുക. കേട്ടിട്ട് ഉസ്താദ് ഏതാണ് ഒഴിവാക്കിയത് എന്ന് കണ്ടെത്തുക. ഒഴിവാക്കിയത് ഏതാണ് ഉസ്താദ് പറയട്ടെ? വേണ്ടല്ലോ, നിങ്ങൾ കണ്ടെത്തിയാൽ മതി. ഉസ്താദ് ഒഴിവാക്കിയത് തന്നെയാണോ നിങ്ങൾ മനസ്സിലാക്കിയത് എന്ന് പറയാം. അങ്ങനെയല്ലേ? പറയണോ? എന്നാൽ നിങ്ങളൊന്ന് പറഞ്ഞ് ഏതൊക്കെയാ വാക്കൊന്ന് പറഞ്ഞേ. ഉസ്താദ് പറയട്ടോ, നിങ്ങളത് ശരിയാണോ നോക്ക്. ഫസ്റ്റ് ഒഴിവാക്കിയത് ഉള്ളവ എന്നതാണ്. ശരിയാണോ? ഉള്ളവ. ചിലരുടേത് ശരിയായിട്ടുണ്ട് അല്ലേ? രണ്ടാമത്തെ ഉസ്താദ് ഒഴിവാക്കിയത് ഉയർന്ന്. ചില കുട്ടികൾ കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. മൂന്നാമത്തേതോ? അതെ, ഇരുന്ന്. മൂന്നാമത്തേതാ? ഇരുന്ന്. അൽഹംദുലില്ലാ. തെദ്രീബാത്തൊന്ന് നോക്ക്. ഉത്തരം പറയാം. 1. ഒരു റക്അത്ത് പൂർത്തിയാകും എപ്പോൾ? നിങ്ങളുടെ പാഠഭാഗത്തിലെ ഫസ്റ്റ് വരിയുടെ ലാസ്റ്റ് നോക്ക്. വിരൽ വെച്ചേ. കണ്ടോ? രണ്ടാം സുജൂദിൽ നിന്ന് ഉയരലോടുകൂടി ഒരു റക്അത്ത് പൂർത്തിയാകും. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിന് ഉസ്താദ് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം ഉഷാറായിട്ട് പറയണം. ഈ രണ്ടാമത്തെ ചോദ്യം ഇപ്പുറത്തേക്ക് തന്നെ നോക്ക്. സലാമിൻ്റെ വചനം ഏതാകുന്നു? ഈ ചോദ്യോത്തരങ്ങളൊക്കെ നിങ്ങൾ എഴുതിയിട്ട് ഉസ്താദിന് അയച്ചു കൊടുക്കണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. സലാമിൻ്റെ വചനം ഏതാകുന്നു? എങ്ങനെയാ സലാം പറയാൻ? ലാസ്റ്റ് പാരഗ്രാഫ് ഇതെവിടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ ചോദ്യം എന്താ അറിയോ? ചോദിച്ചു പഠിക്കാം. നിസ്കാരത്തിൽ എത്ര ഇനം ഇരുത്തമുണ്ട്? നിങ്ങൾ പറഞ്ഞേ. 2 എണ്ണം. അവയുടെ പേരെന്താ? എൻ്റെ കുട്ടികൾക്ക് അതൊക്കെ അറിയും. എന്താ പറഞ്ഞേ? ഇഫ്തിറാഷ്, തവർറുക്ക്. അൽഹംദുലില്ലാ. ഇനി രണ്ടാമത്തെ ചോദ്യം അതിൽ കണ്ടോ? ആദ്യത്തെ അത്തഹിയാത്തിൽ എങ്ങനെ ഇരിക്കണം? തവർറുക്കാണോ ഇഫ്തിറാഷാണോ? ഇഫ്തിറാഷ് അല്ലേ? അവസാനത്തെ അത്തഹിയാത്തിലോ? തവർറുക്ക്. അൽഹംദുലില്ലാ. ഇനി പ്രവർത്തനങ്ങൾ എന്ന് കാണുന്നുണ്ട്. പ്രവർത്തനങ്ങൾ എന്ന് കണ്ടോ? നിസ്കാരത്തിലെ 2 തരം ഇരുത്തം ഇരുന്ന് ശീലിക്കുക. നമ്മൾ ശീലിച്ചല്ലോ ഇല്ലേ? അൽഹംദുലില്ലാ. നമുക്ക് ഓർമ്മിച്ചു പറയാം ഒരു റക്അത്ത് നിസ്കാരത്തിൻ്റെ രൂപം. ഇൻഷാ അല്ലാഹ് നമുക്കതൊന്ന് പറയാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാം. ഉസ്താദിനോട് ചോദിച്ചു പഠിക്കാമെന്ന് പറഞ്ഞിരുന്നു ഉസ്താദ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഏതാണത്? നിസ്കാരം നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. ഇനി പുസ്തകം അടച്ചു വെച്ചോ. എന്നിട്ട് മുസല്ല വിരിച്ച് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കി. ഇന്നോ
നിന്നോ, ഉഷാറായിട്ട് നിൽക്കണേ. ബാങ്ക് വിളിക്കണോ? ബാങ്ക് നമ്മൾ വിളിച്ചു പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ബാങ്ക് വിളിച്ചിട്ടുണ്ട്, ഇഖാമത്തും വിളിച്ചിട്ടുണ്ട്. ബാങ്കും ഇഖാമത്തും സുന്നത്താർക്കാണ്? പുരുഷന്മാർക്ക്. ഇഖാമത്ത് മാത്രം സുന്നത്തുള്ളതോ? സ്ത്രീകൾക്ക്. ഉമ്മ അടുത്തുണ്ടല്ലോ ഇല്ലേ? ഉഷാറായിട്ട് നിൽക്ക്. നമ്മൾ സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സുബഹിയിൽ രണ്ടാമത്തെ റക്അത്തിൽ നിങ്ങളുടെ ഉമ്മയും ഉപ്പയ്ക്ക് ഇങ്ങനെ പിടിക്കൂലേ? കുനൂത്ത് ഓതും. ഇൻഷാ അല്ലാഹ് നമുക്കത് പഠിക്കണം. ഇപ്പോൾ കുനൂത്ത് പഠിച്ചിട്ടില്ലല്ലോ? ഇല്ല. നമ്മൾ പഠിച്ചതനുസരിച്ചിട്ട് പഠിച്ചതുപോലൊന്ന് ചെയ്യാൻ പോവാണ്. ഉഷാറായിട്ട് നിസ്കരിക്കണം. നിസ്കരിക്കുമോ? ഇൻഷാ അല്ലാഹ്. റെഡിയല്ലേ? റെഡിയാണോ? നിസ്കാരക്കുപ്പായൊക്കെ ഇട്ട് തൊപ്പിയൊക്കെ ഇട്ടിട്ടല്ലേ ഇരിക്കണേ അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യം നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് ചെയ്തേ. ഉസല്ലി ഫർള സുബ്ഹി. ഇനി ഇവിടുന്ന് തുടങ്ങാം. അല്ലാഹു അക്ബർ. കണ്ടോ? ഞാൻ ഉസ്താദ് കിട്ടിയത് കണ്ടോ? ഒന്നുകൂടെ. അല്ലാഹു അക്ബർ. ഇനി എന്താ? ഇങ്ങനെ ആടാനൊന്നും പറ്റൂല. അപ്പം നിസ്കാരം തെറ്റിപ്പോവും. ഇങ്ങനെ തന്നെ നിൽക്കണം. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ്സമാവാതി. അങ്ങനെ കാണിക്കണ്ട കേട്ടോ, നിങ്ങൾ ചൊല്ലിക്കോ. ഫത്തറസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇനി ഫാത്തിഹ സൂറത്ത് ഓതണം. പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഒരു സൂറത്തും ഓതണം. സമയമുണ്ടോ? നിങ്ങൾ ഓതിക്കോ. ഫാത്തിഹ സൂറത്ത് ഓതിക്കോ വേഗം. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നൊരു സൂറത്ത്. ഇനിയോ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുക? അല്ലാഹു അക്ബർ. അതിലെന്താ ചൊല്ലുക? നിങ്ങൾ ചൊല്ലി സുബ്ഹാന 3 പ്രാവശ്യം ചൊല്ലി. ഉമ്മമാരെ അവരുടെ നിസ്കാരിക്കുന്ന സമയത്ത് അവരുടെ റുക്കൂ ശരിയാണോ നോക്ക്. റുക്കൂ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഇനി എണീക്കുക. സമിഅല്ലാഹു ലിമൻ ഹമിദ. തെറ്റാതെ പറയും. റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി. പറഞ്ഞോ അത് പറയൂല. അത് കഴിഞ്ഞു. ഇനിയോ സുജൂദിലേക്ക് പോ. അല്ലാഹു അക്ബർ. ഉമ്മയിപ്പയും അടുത്തുണ്ടല്ലോ അല്ലേ? ശ്രദ്ധിക്കണേ, നെറ്റി വെക്കണം, പിന്നെ കൈ വെക്കണം. ചില കുട്ടികൾ കൈ ഇങ്ങനെ അമർത്തി പിടിക്കും നിലത്ത്, ഇവിടെയൊക്കെ വെക്കും. ഇവിടെയൊന്നും നിലത്ത് വെക്കണ്ട, കൈ മാത്രം വെച്ചാൽ മതി. കാലിൻ്റെ വിരലുകളൊക്കെ അമർത്തി പിടിച്ചിട്ടുണ്ടോ നോക്കുമ്മ. ഉഷാറല്ലേ? ഇനി അവിടെ നിന്ന് എന്താ ചൊല്ലുക? സുബ്ഹാന റബ്ബിയൽ അഅ്ല. 3 പ്രാവശ്യം. ഇനി ഇരുന്നോ. ഇരുത്തത്തിൽ ഏത് ഇരുത്താ പറഞ്ഞത്? ഇഫ്തിറാഷിൻ്റെ ഇരുത്തം, അഥവാ ഇടതുകാലിൻ്റെ മുകളിൽ ഇങ്ങനെ കയറിയിട്ടിരിക്കണം.
പ്രയാസം ഉണ്ടാവും. പഠിച്ചാൽ ശീലിച്ച് ഇങ്ങനെ ഒരുപാട് തവണ ചെയ്താൽ പിന്നെ എന്താവും, ഉഷാറായി ചെയ്യാൻ കഴിയും. അവിടെ എന്താ ചൊല്ലുക? റബ്ബിഗ്ഫിർലി ചൊല്ലേ, വആഫിനി, അൽഹംദുലില്ലാ. വീണ്ടും സുജൂദിലേക്ക്. മൂന്ന് പ്രാവശ്യം ചൊല്ലി. ഇനി എന്താ ചെയ്യേണ്ടത്? അല്ലാഹു അക്ബർ, രണ്ടാമത്തെ റക്അത്തിൽ. ഉസ്താദിനെ കാണുന്നുണ്ടോ? കണ്ടോ? ഇനി ഫാത്തിഹ സൂറത്ത് ഓതണം. ഓതിക്കോ, ഉഷാറായിട്ട് ഓതണം. ആമീൻ. ഇനി സൂറത്ത് ഓതുക. ഇഷ്ടമല്ല നിങ്ങൾക്ക് പഠിച്ച ഏതെങ്കിലും സൂറത്ത്. ഇനി വീണ്ടും അല്ലാഹു അക്ബർ, റുക്വ ചെയ്യാം. റുക്വയിൽ ചൊല്ലേണ്ടത് 3 പ്രാവശ്യം ചൊല്ലണം. സുബ്ഹാന റബ്ബിയൽ അസീം വബിഹംദിഹി. ഇനി അവിടെ നിന്ന് എണീക്കുക. സമിഅല്ലാഹു ലിമൻ ഹമിദ. കൈ ഇങ്ങനെ വന്നോ? ഇങ്ങനെ വന്നിട്ട് സമിഅല്ലാഹു ലിമൻ ഹമിദ ചൊല്ലി റബ്ബന ബഅദ്. ഇനി നേരെ എവിടേക്കാ പോകണ്ടേ? സുജൂദിലേക്ക്. എങ്ങനെയാ പോവാ? അല്ലാഹു അക്ബർ. ഉമ്മമാർ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. സുജൂദിൽ അവരുടെ കൈ എങ്ങനെയാണ് വെക്കുന്നത്? ഇപ്പോൾ ഉള്ള ശീലമാണ്, അതിങ്ങനെ നമുക്ക് ഉഷാറായിട്ട് കൊണ്ടുവരണം. അപ്പോൾ കൈ വെക്കണം, മുട്ട് വെക്കണം, നെറ്റിയും മൂക്കും നിലത്ത് വെക്കണം. തടസ്സമൊന്നും ഉണ്ടാവാൻ പാടില്ല. കാലിൻ്റെ വിരലുകളൊക്കെ അമർത്തി പിടിക്കണം. തലയുടെ ഭാഗം താഴുകയും ഈ ഭാഗം ഉയർന്നു നിൽക്കുകയും ചെയ്യണം. ഇതൊക്കെ ശ്രദ്ധിക്കണം. ചൊല്ല്. ഇനി ഇരിക്കുക. അല്ലാഹു അക്ബർ. ദിക്ർ ചൊല്ലുക. ഇനി വീണ്ടും അല്ലാഹു അക്ബർ. ചൊല്ലിട്ടോ അല്ലാഹു അക്ബർ. ഈ സലാം വീട്ടാനുള്ള സ്വലാത്തും അത്തഹിയാത്തും ദുആയും ഒക്കെ നിർവഹിക്കേണ്ട തവറുക്കിൻ്റെ ഇരുത്താണ് ഇരിക്കേണ്ടത്. അഥവാ വലതുകാല് നാട്ടി വെച്ചിട്ട് ഇടതുകാല് അതിൻ്റെ ഉള്ളിലൂടെ വെച്ച് നിലത്തിരിക്കണം. ഉമ്മമാരെ കൂടെ സഹായിക്കും. ഉപ്പമാരാണെങ്കിൽ ഉപ്പമാർ സഹായിക്കുക, ആരാണെങ്കിലും സഹായിക്കുക. അത്തഹിയാത്തും സ്വലാത്തും ദുആയും നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പം നമുക്ക് സലാം വീട്ടാം. ഇങ്ങനെ സലാം വിട്ടാം. ഇങ്ങനെ വിട്ടാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഉഷാറായി നിസ്കരിച്ചില്ലേ? ഇൻഷാ അല്ലാഹ് ഇനി അവിടെ നിന്ന് എണീറ്റ് പോവണ്ട. സുബഹി ഒന്നുകൂടെ ഉഷാറായിട്ട് ഉമ്മാൻ്റെ മുമ്പിൽ ഒന്നുകൂടെ നിസ്കരിക്കാം. ഇപ്പം നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടല്ല നിസ്കരിച്ച്. ഇനി തെറ്റാതെ ഒന്ന് ഉഷാറായിട്ട് തക്ബീറൊക്കെ നന്നായി കെട്ടി എല്ലാം ഉഷാറായിട്ട് നിസ്കരിക്കുക. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഉസ്താദന്മാരോട് ചോദിക്കാം. സൂപ്പറായിട്ട് നിസ്കരിക്കണം. ഇന്നു മുതൽ ഒരു നിസ്കാരവും എൻ്റെ പൊന്നുമക്കൾ ഒഴിവാക്കരുതേ. ബാങ്ക് കൊടുത്ത് നിസ്കരിക്കാനുള്ള മനസ്സുണ്ടാവണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടം വാങ്ങണം, സ്വർഗത്തിലെത്തണം. ഉമ്മാക്കും ഉപ്പാക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. ഇൻഷാ അല്ലാഹ് ഈ ഉസ്താദിന് വേണ്ടിയും എന്നും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കൂലേ? ഈ മദ്രസയൊക്കെ തുറക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഉസ്താദൊക്കെ ഉണ്ടാവും. അപ്പോഴൊക്കെ ഈ ഉസ്താദിനെയും ദുആ ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തണം, എൻ്റെ കുടുംബത്തെ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി
صل عليه وسلم